ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ബൈബിൾ ക്വിസ് 2025 എല്ലാവർക്കും സ്വാഗതം. വളരെ ശ്രദ്ധയോടെ നമുക്ക് തിരുവചനങ്ങളും ചോദ്യോത്തരങ്ങളും പഠിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ആമുഖത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ. ഏതൊക്കെ പ്രേക്ഷിത യാത്രകളിലാണ് പൗലോസ് എഫേസോസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിട്ടുള്ളത്? രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രേക്ഷിത യാത്രകളിൽ എത്ര നാളാണ് എഫേസോസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിട്ടുള്ളത്? 3 വർഷത്തോളം. പൗലോസ് തൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രേക്ഷിത യാത്രകളിൽ 3 വർഷത്തോളം എഫേസോസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അറിവ് ലഭിക്കുന്നത് ഏതെല്ലാം ബൈബിൾ ഭാഗങ്ങളിൽ നിന്നാണ്? അപ്പോസ്തല പ്രവർത്തനം 18-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെയും 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയും. ഇന്നും വിവാദ വിഷയമാണ് എന്ന് ആമുഖത്തിൽ കാണുന്നത് ഏത് കാര്യത്തെക്കുറിച്ചാണ്? എഫേസോസുകാർക്കുള്ള ലേഖനം രചിച്ചത് പൗലോസ് തന്നെയാണോ അതോ അദ്ദേഹത്തിൻ്റെ ശിഷ്യരിൽ ആരെങ്കിലുമാണോ എന്നത്. കൂടുതൽ സ്വീകാര്യമായി തോന്നുന്ന അഭിപ്രായം ഏതാണ്? പൗലോസ് അല്ല, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും വാദമുഖങ്ങളും നന്നായി അറിയാമായിരുന്ന ഒരു ശിഷ്യനായിരിക്കണം ലേഖനകർത്താവ് എന്നത്. അങ്ങനെ തോന്നാൻ കാരണമെന്ത്? ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളും ശൈലിയും. ലേഖനകർത്താവ് ആര് തന്നെ ആയാലും എങ്ങനെ കരുതി ഈ ലേഖനത്തെ വ്യാഖ്യാനിക്കുന്നതാണ് ഉചിതം? പൗലോസിൻ്റെ ലേഖനം പോലെ തന്നെ കരുതി. പണ്ഡിതന്മാരിലധികവും ഈ ലേഖനത്തെ പരിഗണിക്കുന്നത് എങ്ങനെയാണ്? എഫേസോസുകാരെ മാത്രം ഉദ്ദേശിച്ചല്ല, ഏഷ്യയിലെ സഭകളിലെല്ലാം വായിക്കാൻ വേണ്ടി രചിക്കപ്പെട്ടതാണ് എന്ന്. അങ്ങനെ പരിഗണിക്കാൻ കാരണമെന്ത്? എഫേസോസുകാരെ നേരിൽ പരിചയപ്പെട്ടിരുന്ന പൗലോസ് അവരെ പ്രത്യേകമായി ഉദ്ദേശിച്ചാണ് ഈ ലേഖനം എഴുതിയതെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തികളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഈ ലേഖനത്തിലും കാണേണ്ടതായിരുന്നു. ലേഖനത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്താണ്? ലേഖനകർത്താവ് തടവിലായിരിക്കുമ്പോഴാണ് എഴുതുന്നത് എന്ന്. അങ്ങനെ ആവർത്തിച്ച് പറയുന്ന വാക്യങ്ങൾ ഏവ? 3-ാം അധ്യായം 1-ാം വാക്യം, 4-ാം അധ്യായം 1-ാം വാക്യം, 6-ാം അധ്യായം 20-ാം വാക്യം. ലേഖനത്തിൻ്റെ രചനാ കാലഘട്ടത്തെക്കുറിച്ച് കരുതപ്പെട്ടു പോരുന്നത് എന്ത്? AD 58-നും 60-നും ഇടയ്ക്ക് റോമിൽ വെച്ച്. ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്തെ പ്രതിപാദ്യം എന്താണ്? ക്രിസ്തു വിശ്വാസം സ്വീകരിക്കാൻ വിജാതീയർക്ക് ലഭിച്ച വിളിയുടെ രഹസ്യം. ലേഖനത്തിൻ്റെ ആദ്യ ഭാഗം എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് ഭാഗം ആണ്? 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 21 വരെ. ലേഖനകർത്താവ് ശ്ലാഘിക്കുന്നത് എന്ത്? സാർവത്രിക പരിത്രാണ പദ്ധതിയെ. എന്താണ് സാർവത്രിക പരിത്രാണ പദ്ധതി? രക്ഷ പ്രതീക്ഷിച്ചു കഴിഞ്ഞിരുന്ന യഹൂദരെയും രക്ഷയിൽ നിന്ന് അകന്ന് ജീവിച്ചിരുന്ന വിജാതീയരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിത്രാണ പദ്ധതി. യഹൂദരെയും വിജാതീയരെയും ക്രിസ്തു ഒരു ജനമാക്കി തീർത്തത് എങ്ങനെ? യഹൂദരെയും വിജാതീയരെയും തമ്മിൽ വേർതിരിച്ചിരുന്ന ശത്രുതയുടെ മതിൽ ക്രിസ്തു തൻ്റെ മരണം മൂലം തകർത്ത് ഇരുകൂട്ടരെയും ഒരു ജനമാക്കി തീർത്തു. ഇത് വ്യക്തമാക്കുന്ന ലേഖനഭാഗം ഏത്? 2-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 22 വരെ. വിജാതീയരെ പ്രത്യേകിച്ചും ക്രിസ്തുവിൻ്റെ സഭയിലേക്ക് വിളിക്കാനാണ് പൗലോസ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന വചനഭാഗം ഏത്? 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 19 വരെ. സഭാംഗങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വൈവിധ്യമാർന്ന ദാനങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗം ഏത്? 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെ. ഈ ദാനങ്ങൾ അത്രയും എന്തിനു വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്? ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്താൻ വേണ്ടി. 4-ാം അധ്യായം 1 മുതൽ 16 വരെ ഊന്നിപ്പറയുന്നത് എന്ത്? സഭയിൽ എന്നും നിലനിൽക്കേണ്ട ഐക്യത്തെക്കുറിച്ച്. തുടർന്ന് ലേഖനകർത്താവ് നിർദ്ദേശിക്കുന്നത് എന്ത്? വിജാതീയ രീതികൾ ഉപേക്ഷിച്ച് ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് എല്ലാ തുറകളിലും ഒരു പുതിയ ജീവിതം ആരംഭിക്കണം എന്ന്. വിജാതീയ രീതികൾ ഉപേക്ഷിച്ച് ക്രിസ്തുവുമായി ഐക്യപ്പെട്ട്
എല്ലാ തുറകളിലും ഒരു പുതിയ ജീവിതം ആരംഭിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന വചനഭാഗം ഏത്? 4-ാം അധ്യായം 17-ാം വാക്യം, 6-ാം അധ്യായം 9-ാം വാക്യം. ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുന്ന ഉദ്ബോധനം എന്ത്? ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിച്ച് പിശാചിനും അന്ധകാര ശക്തികൾക്കുമെതിരെ യുദ്ധം ചെയ്യാനുള്ള ഉദ്ബോധനം. അവസാന ഭാഗത്ത് കാണുന്ന ഈ ഉദ്ബോധനം ഏതെല്ലാം വാക്യങ്ങളിലാണ്? 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ. 1-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. 1-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 23 വാക്യങ്ങൾ. 1-ാം അധ്യായത്തിൻ്റെ ഹെഡിങ്ങുകൾ ഏവ? 1 അഭിവാദനങ്ങൾ, 2 ക്രിസ്തു മഹോന്നതൻ. 1-ൽ പൗലോസ് സ്വയം പരിചയപ്പെടുത്തുന്നത് എങ്ങനെ? ദൈവ തിരുമനസ്സിനാൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തോലനായ പൗലോസ്. ആർക്ക് എഴുതുന്നത് എന്നാണ് 1-ൽ കാണുന്നത്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി എഫേസോസിലുള്ള വിശുദ്ധർക്ക് എഴുതുന്നത്. ആരിൽ നിന്നെല്ലാം നിങ്ങൾക്ക് കൃപയും സമാധാനവും എന്നാണ് പറയുന്നത്? പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും. പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും എന്തെല്ലാമാണ് ആശംസിക്കുന്നത്? കൃപയും സമാധാനവും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി എഫേസോസിലുള്ള വിശുദ്ധർക്ക് എന്ന് 1:1 കാണുന്നു. എന്നാൽ ചില കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നത് എന്ത്? എഫേസോസിലുള്ളവർക്കും വിശ്വാസികൾക്കും എന്ന്. ദൈവം നമ്മെ എങ്ങനെ അനുഗ്രഹിച്ചു എന്നാണ് 1:3 കാണുന്നത്? സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും. എങ്ങനെയുള്ള ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് 1:3 കാണുന്നത്? സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം. ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തത് എന്തിന്? തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ അവിടുന്ന് നമ്മെ തെരഞ്ഞെടുത്തത് ആരിൽ ആണ്? ക്രിസ്തുവിൽ. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ അവിടുന്ന് നമ്മെ തെരഞ്ഞെടുത്തത് എന്ന് ആണ്? ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ. 1:5 അനുസരിച്ച് അവിടുന്ന് മുൻകൂട്ടി തീരുമാനിച്ചത് എന്ത്? നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണം എന്ന്. ആരു വഴിയാണ് നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടേണ്ടത്? യേശുക്രിസ്തു വഴി. യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണം എന്ന് എന്ത് അനുസരിച്ചാണ് അവിടുന്ന് മുൻകൂട്ടി തീരുമാനിച്ചത്? തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച്. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് എന്തിന്? തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടി. അവിടുന്ന് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞത് എന്താണ്? തൻ്റെ കൃപ. ആരിലൂടെയാണ് നമ്മിൽ കൃപ ചൊരിഞ്ഞത്? തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ. നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നത് എന്തിന് ഒത്താണ്? അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്ക് ഒത്ത്. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ കൈവന്നിരിക്കുന്നത് എന്താണ്? പാപമോചനം. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് അവൻ്റെ രക്തം വഴി കൈവന്നത് എന്താണ്? രക്ഷ. ഈ കൃപ അവിടുന്ന് നമ്മിൽ ചൊരിഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും. അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നത് എന്താണ്? കൃപ. എന്തനുസരിച്ചാണ് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നത്? ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടം അനുസരിച്ച്. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത് എന്താണ്? തൻ്റെ പദ്ധതിയുടെ രഹസ്യം. ഇത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ എന്തു ചെയ്യുന്നതിനു വേണ്ടിയാണ്? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിനു വേണ്ടി. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നത് എപ്പോൾ ആണ്?
കാലത്തിൻ്റെ പൂർണ്ണതയിൽ. എന്തനുസരിച്ചാണ് അവിടുന്ന് എല്ലാം പൂർത്തിയാക്കുന്നത്? തൻ്റെ ഹിതമനുസരിച്ച്. അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് ചെയ്തത് എന്ത്? അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. അവിടുന്ന് തൻ്റെ ഹിതമനുസരിച്ച് ചെയ്യുന്നത് എന്ത്? എല്ലാം പൂർത്തിയാക്കുന്നു. അവിടുന്ന് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചത് എന്ത് അനുസരിച്ചാണ്? തൻ്റെ പദ്ധതി അനുസരിച്ച്. നാം എന്തിനു വേണ്ടി ജീവിക്കുന്ന കാര്യമാണ് 1:12 പറയുന്നത്. അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി. 1:12 എങ്ങനെയുള്ള നാം എന്നാണ് പറയുന്നത്? ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശയർപ്പിച്ച നാം. 1:13 അനുസരിച്ച് രക്ഷയുടെ സദ്വാർത്ത എന്താണ്? സത്യത്തിൻ്റെ വചനം. അവനിൽ നിങ്ങളും എന്തിനാൽ മുദ്രിതരായിരിക്കുന്നു എന്നാണ് 1:13 പറയുന്നത്. വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. സത്യത്തിൻ്റെ വചനം എന്താണെന്നാണ് 1:13 പഠിപ്പിക്കുന്നത്? രക്ഷയുടെ സദ്വാർത്ത. നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. എങ്ങനെയുള്ള നിങ്ങൾ? രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന നിങ്ങൾ. നാം എന്ത് വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെയാണ് ആ അവകാശത്തിൻ്റെ അച്ചാരമായി പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടിരിക്കുന്നത്. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരം എന്ത്? പരിശുദ്ധാത്മാവ്. 1-ാം അധ്യായത്തിലെ 2-ാം ഹെഡിങ് എന്ത്? ക്രിസ്തു മഹോന്നതൻ. എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ അനുസ്മരിക്കുകയും നിങ്ങളെ പ്രതി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്ന് മുതൽ. കർത്താവായ യേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെയും എല്ലാ വിശുദ്ധരോടും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെയും കുറിച്ച് കേട്ട നാൾ മുതൽ. ആരിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് 1:15 പറയുന്നത്? കർത്താവായ യേശുവിലുള്ള വിശ്വാസം. ആരോട് പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്? എല്ലാ വിശുദ്ധരോടും. കർത്താവായ യേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെയും എല്ലാ വിശുദ്ധരോടും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെയും കുറിച്ച് കേട്ട നാൾ മുതൽ എന്തൊക്കെ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ അനുസ്മരിക്കുകയും നിങ്ങളെ പ്രതി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന്. ആര് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ എന്നാണ് 1:17 പറയുന്നത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ. എന്ത് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കുന്നത്? ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ പ്രദാനം ചെയ്തുകൊണ്ട്. എന്ത് അറിയുവാൻ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ എന്നാണ് 1:18 പറയുന്നത്. ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാൻ. വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്ത്? മഹത്വം. എന്ത് മനസ്സിലാക്കുവാനാണ് നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ എന്ന് 1:18 പറയുന്നത്? വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി. വിശ്വാസികളായ നമ്മിലേക്ക് അവൻ്റെ അപരിമേയമായ ശക്തി പ്രവഹിക്കുന്നത് എന്തിന് അനുസൃതമായാണ്? അവൻ്റെ പ്രാഭവപൂർണമായ പ്രവർത്തനത്തിന് അനുസൃതമായി. ആന്തരിക നേത്രങ്ങൾ പ്രകാശിക്കുന്നത് വഴി എന്ത് വ്യക്തമാകട്ടെ എന്നാണ് 1:19 പറയുന്നത്? അവൻ്റെ പ്രാഭവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത. അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. എപ്പോൾ പ്രവർത്തിച്ച കാര്യമാണ് പറയുന്നത്? ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ പ്രവർത്തിച്ച കാര്യം.
എന്തിനെല്ലാം ഉപരിയാണ് അവനെ ഉപവിഷ്ടനാക്കിയത്? എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി. എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കുമുപരി എത്ര കാലത്തേക്കാണ് അവനെ ഉപവിഷ്ടനാക്കിയത്? ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും. അവിടുന്ന് അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കിയത് എന്തിനെ ആണ്? എല്ലാ വസ്തുക്കളെയും. എല്ലാറ്റിനും മുകളിൽ അവനെ ആരായിട്ടാണ് നിയമിച്ചത്? സഭയ്ക്ക് തലവനായി. 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ അവൻ്റെ ശരീരമാണ് എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? സഭയെക്കുറിച്ച്. സഭ അവൻ്റെ ശരീരമാണ്. തുടർന്ന് 1:23 സഭയെക്കുറിച്ച് പറയുന്നത് എന്ത്? എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണത. ലോഗോസ് ബൈബിൾ ക്വിസിനായി പഠിച്ചൊരുങ്ങുന്നതിന് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്തു കൊടുക്കുക. ബെസ്റ്റ് വിഷസ്. ഗോഡ് ബ്ലെസ് യു.